സാരമില്ല നവീൻ. നല്ല ക്ഷീണമാണെന്ന് അമ്മ പറഞ്ഞു. സാരമില്ല നവീൻ. ഞാനിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ, നവീന് വേണ്ടിയിട്ടല്ലേ. അമ്മ പറഞ്ഞത് ദമ്പതിമാർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആൺപ്രജകളെയാണെന്നാ. നവീൻ ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. നവീന് വേണ്ടി എന്റെ ജീവൻ വരെ കളയാൻ ഞാൻ തയ്യാറാ. ഇതിൽ കൂടുതൽ എന്താ സാറേ ഒരു ഭർത്താവിന് കേൾക്കാനുള്ളത്? ചില നേരത്തെ എനിക്ക് തോന്നുന്നതേ, കാതമട നവീൻ സാറിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരു പെണ്ണും ഒരാണിനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ചില നേരത്താണെങ്കിലോ എല്ലാം കൂടെ തകടം മറിയുകയും ചെയ്യും. എല്ലാവർക്കും അത് ശല്യാണെന്ന് അറിയാൻ മാണിക്കുഞ്ഞ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഈ വിഷു നന്നാവും. അതിന്റെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാവും. എന്നിട്ട് നമുക്കൊന്ന് ജീവിക്കണം, അല്ലേ നവീൻ? മോളെ, ആ പാല് ചൂടാ, ഒന്ന് തണുത്തിട്ട് കുടിച്ചാ മതി. തിരക്കൊന്നുമില്ല, പതിയെ മതി. കണ്ടോടാ, നിനക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാം മോൾ അനുസരിക്കുന്ന കണ്ടോ? കണ്ടു അമ്മേ. ഗാഥയുടെ പ്രയത്നങ്ങളൊന്നും ഞാൻ വില കൽപ്പിക്കാതിരുന്നിട്ടില്ല. പക്ഷേ പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് എല്ലാരും കാണുന്നതല്ലേ. വീട് നവീൻ, ഇത്തവണ കൂടെ നമുക്ക് നോക്കാം. സാറേ, നമ്മൾ വലിയൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എന്തു വെച്ചിടും? അല്ല, അനിയൻ സാറിന്റെ പ്രോപ്പർട്ടിയുടെ ഡീല് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിഷുവിന്റെ തലേദിവസം അല്ലേ? വിഷുവിന്റെ തലേദിവസം നാളെയാണ്. അതിനെന്താടോ, പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ആവുമ്പോ അധിക സമയമൊന്നും വേണ്ടല്ലോ, നമുക്ക് പോയിട്ട് വരാവുന്നല്ലേ ഉള്ളൂ. നീ എന്താ നവീനായി പറയുന്നേ? വിഷുവിന്റെ തലേ ദിവസമല്ലേ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ. അന്ന് വേറൊരു കാര്യവും പറ്റില്ല. എന്താണെന്ന് വെച്ചാ മാറ്റി വെച്ചേ പറ്റൂ. അയ്യോ, അതൊന്നും പറ്റില്ല അമ്മ. അനിൽ സാറിനോട് വിളിച്ച് വാക്ക് പറഞ്ഞത്. ചടങ്ങുകളിൽ നീ ഇല്ലാതെ പറ്റില്ല. മുത്തശ്ശി അച്ഛനൊക്കെ അറിഞ്ഞ അത് പ്രശ്നമാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താടോ മണിക്കുഞ്ഞ് ചെയ്യാൻ പറ്റാ? സാറേ, ചില കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നമ്മൾ രജിസ്ട്രേഷൻ ഇവിടെ വെച്ച് നടത്താറില്ലേ? രജിസ്ട്രാറെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് അനിയൻ സാറിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്താം സാറേ. സാറിന് ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും നവീൻ. അപ്പോ നവീൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ.